ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു മെഹന്തി ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട് കേട്ടോ. അവൾ ഇന്നലെ വീട്ടിൽ വന്നപ്പം എനിക്ക് മെഹന്തി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഹന്തി ഇട്ടതാണ് കേട്ടോ. അനിയത്തിക്കുട്ടിയാണെങ്കിൽ പഠിച്ചിട്ടൊന്നുമില്ല, മെഹന്തി ഇടാൻ പഠിച്ചിട്ടൊന്നുമില്ല. അവൾ ചുമ്മാ ഇരുന്നപ്പം ഇട്ട് തരായിത്താന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങിയതാണ്. നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ എന്തായാലും ചുമ്മാതെ പഠിക്കാതെ വെറുതെ ഇടുമ്പോൾ ഇത്ര ഭംഗിയായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഇടുവാണെങ്കിൽ ഇതിന് വളരെ മനോഹരമായിട്ട് ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലേ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ പറമ്പുകളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കുറേ മൈലാഞ്ചി ഇല കൊണ്ടുവന്നു, പിന്നെ അത് കഴുകി അരച്ചെടുക്കും. പിന്നെ അത് ചുമക്കത്തില്ലെന്ന് പറഞ്ഞ് ചുമക്കാൻ വേണ്ടി അല്പം തേയിലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മൾ ഇതേപോലെ ഡിസൈനൊന്നും വരയ്ക്കാൻ ഒക്കത്തില്ല. അല്ലാതെ നമ്മളെ പിന്നെ എല്ലാവരും എപ്പോഴും ഇടുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, വട്ടവും കുത്തും, അതൊക്കെയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 4 3 പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കോണുകൾ വന്നിട്ടുണ്ട് കടയിലൊക്കെ. പിന്നെ കോൺ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കോൺ മൈലാഞ്ചി കിട്ടാൻ തുടങ്ങി. കോൺ മൈലാഞ്ചി വന്നതോടെ പിന്നെ എല്ലാം എളുപ്പമായി. പിന്നെ മൈലാഞ്ചി പിച്ചാനും പെരുന്നാളിൻ്റെയൊക്കെ തലേന്ന് അതൊരു ചടങ്ങാണ്. നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി മൈലാഞ്ചി എടുത്തുകൊണ്ട് വരുന്നതും അരയ്ക്കുന്നതും നമ്മൾ കൂട്ടുകാരികളെല്ലാം കൂടെ വട്ടം കൂടി നിന്ന് മൈലാഞ്ചി ഇടുന്നതൊക്കെ ഒരു രസമാണ്. ഇപ്പം കോൺ വന്നതോടെ എല്ലാവർക്കും പിന്നെ മൈലാഞ്ചി ഇടാൻ വളരെയധികം എളുപ്പമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലുള്ള അടിപൊളി ഡിസൈനൊക്കെ നല്ല കോൺ വെച്ചിടാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയത്തിക്കുട്ടി, അവളുടെ പേര് ഫാത്തിമ എന്നാണ് കേട്ടോ. ഫാത്തിമ ഇട്ട് തന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മക്കൾക്കും ഇട്ട് കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും.